നമസ്കാരം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വീഡിയോസാണ് നമ്മൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ എങ്ങനെ നമുക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് വീഡിയോ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് DSLR ക്യാമറ അതിൻ്റെ സെറ്റിങ്സൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊന്നും കൂടാതെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ 99% ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ തന്നെയാണ്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല വീഡിയോ റെക്കോർഡ് ചെയ്യുക നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് അവൈലബിൾ ആണ്. ആ ആപ്പ് ഏതാണെന്നും പിന്നെ അതിൻ്റെ സെറ്റിങ്സ് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്തെല്ലാം സെറ്റിങ്സ് ആണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്, അത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ റൂമിലെ വെളിച്ചത്തിനൊക്കെ അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല വീഡിയോ സെഷൻസ് ഈ ഒരു വീഡിയോ സെഷൻ കണ്ടതിന് ശേഷം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സോ ഒട്ടും താമസിക്കാതെ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ ഞാൻ ദീപ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നതാണ് നമ്മുടെ ആപ്പ്. അത് നമ്മൾ സാധാരണ പോലെ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോവുക, ഓപ്പൺ ക്യാമറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്കത് ഓപ്പൺ കൊടുത്തു ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പ്രൊഫഷണൽ ടച്ചിലൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓപ്പൺ ക്യാമറയുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, എന്താ പറയുക, ഇങ്ങനെ ഒരു ലോക്കിൻ്റെ ചിഹ്നമുണ്ട്, പിന്നെ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്, എക്സ്പോഷർ കൂട്ടാനും കുറയ്ക്കാനുണ്ട്, 3 ഡോട്ട്സ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, സൂം കണ്ടോ, സൂം നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ വ്യൂ ലെവൽ എങ്ങനെ വേണോ നമുക്ക് അതുമാതിരി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സ് എന്തെല്ലാമാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൽ സെറ്റിങ്സ് കൊടുക്കാം. സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ വരിക. അതിൽ ഓൾറെഡി ഡീഫോൾട്ട് ഓണാണ്, അല്ല ഓൺ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണാക്കി വയ്ക്കുക. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലൊന്നും മാറ്റം വരുത്തണമെന്നില്ല. നമ്മൾ വീഡിയോ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ റെസല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോ റെസല്യൂഷൻ എന്നുള്ളത് ഫുൾ HD ആണ് ബൈ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. ഫുൾ HD ആകുമ്പോൾ ഒരുപാട് ഫയൽ സൈസ് കൂടും. അപ്പോൾ നമ്മൾ ഇതിൽ HD എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ HD ആയി ഒരുപാട് ഫയൽ സൈസ് കൂടും. അപ്പോൾ നമ്മൾക്ക് 16:9 എന്നുള്ള റേഷ്യോ തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് വീഡിയോസിനൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെസല്യൂഷനാണത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ വീഡിയോ ഫോമാറ്റ് ഡീഫോൾട്ടായിട്ടാണ്, അതിൽ ചേഞ്ചസ് ഒന്നും നിങ്ങൾക്ക് വരുത്താനില്ല. പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്, നമ്മളതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. റെക്കോർഡ് ഓഡിയോ അത് നമ്മൾ ഓണാക്കി വെക്കണം. പിന്നെ ഓഡിയോ സോഴ്സാണ്. ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഓഡിയോ യൂസ് ചെയ്യുന്നത്, ഓഡിയോന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് എക്സ്റ്റേണൽ മൈക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഓണാക്കി വെക്കണം. എക്സ്റ്റേണൽ മൈക്ക് എന്നുള്ളത് നിങ്ങൾ ഓണാക്കിയിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഓഡിയോൻ്റെ സോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്, ഏത് ഡിവൈസാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഓഡിയോനായിട്ടുള്ള. പിന്നെ ഓഡിയോ ചാനൽ എന്നുള്ളത് അത് ഡീഫോൾട്ട് തന്നെ കിടക്കട്ടെ. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രെയിം റേറ്റ്, വീഡിയോൻ്റെ ബിറ്റ് റേറ്റ് ഉണ്ട്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ വീഡിയോ സൈസിനനുസരിച്ച് തന്നെ നമ്മൾക്ക് ഇതൊരു 10 Mbps അല്ലെങ്കിൽ ഒരു 9 Mbps വരെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെസ്റ്റ് വീഡിയോ സെറ്റിങ്സ്, നല്ലൊരു വീഡിയോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രെയിം റേറ്റ് നമ്മളൊരു 25 to 30 എന്നുള്ളതാണ് നോർമലായിട്ട് നമ്മൾ വീഡിയോൻ്റെ ഫ്രെയിം റേറ്റ് വെക്കേണ്ടത്, അത് വെക്കുക. പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റിങ്സിൽ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, വീഡിയോ റെസല്യൂഷൻ മാറ്റണം,
പിന്നെ വീഡിയോ ഫോമാറ്റ് നോർമൽ തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള റെക്കോർഡ് ഓഡിയോ ഓൺ അല്ലേന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഓഡിയോ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, വിച്ച് വൺ വി ആർ യൂസിങ്, ഏതാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓഡിയോ ചാനൽ ഒന്നും ചെയ്യാനില്ല, അത് ഡീഫോൾട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വീഡിയോ ബിറ്റ് റേറ്റും വീഡിയോ ഫ്രെയിം റേറ്റും പറഞ്ഞ പ്രകാരം അതേ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയാണ് നമ്മൾ സെറ്റിങ്സിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉള്ളത്, അത് ക്ലോസ് ആയിപ്പോയി. ഇനി ഞാൻ ഇതിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഈ 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും, ഇത്രയും ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. അതിൽ വീഡിയോ റെസൊല്യൂഷൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്, പിന്നെ അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രിഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടില്ല. ഇതിൽ പലതും കാണാം നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ഈ വ്യൂ തന്നെ കാണിക്കുകയാണെങ്കിൽ ഓട്ടോ കണ്ടോ, നമുക്ക് ചേഞ്ചസ് മനസ്സിലാവും. നമ്മുടെ റൂമിൻ്റെ ലൈറ്റും ഇതിനും അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നോർമലി നമ്മൾ പുറത്തുനിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഡേ ലൈറ്റാണ് യൂസ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ലെവലിൽ കാണുന്നത് ഫ്ലൂറസെൻറ്റ്, ഇതൊക്കെ ആകുമ്പോൾ അതിൽ കുറച്ചും കൂടി വേറൊരു കോൺട്രാസ്റ്റ് മോഡിലാണ് കാണുക. അപ്പോൾ ഡീഫോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആ കാര്യങ്ങളാണ് അതിൽ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിലുള്ളത് എക്സ്പോഷറാണ്. എക്സ്പോഷർ നിങ്ങൾക്ക് ഇതാ കണ്ടു, ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എക്സ്പോഷർ നമ്മുടെ റൂമിൻ്റെ ലൈറ്റിനും നമ്മളുടെ വീഡിയോ എത്രയുണ്ട് ക്ലിയർ ആയിട്ട് വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ലോക്ക് എന്നുള്ളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലോക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂം എന്നുള്ളത് ഇതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ സെറ്റിങ്സ് എല്ലാം ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ സെറ്റിങ്സും ക്ലിയർ ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സ് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് സേവ് സെറ്റിങ്സ് എന്ന് കൊടുക്കാം. ഇത് നമുക്കൊരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. പിന്നെ റീസ്റ്റോർ സെറ്റിങ്സ് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഉള്ള സെറ്റിങ്സ് എന്തായിരുന്നു അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പോൾ ചെയ്തതിൽ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ റീസെറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നുമില്ല, സേവ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ ഈ സെറ്റിങ്സ് ആണ് ഇതിൽ സേവായി കിടക്കുക. ഇതിന് പ്രകാരമാണ് നമ്മുടെ വീഡിയോ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ട് എന്തെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഇവ തന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങളുടെ സഹകരണം എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.